പത്മപുരാണ പ്രകാരം ഒരിക്കൽ ബ്രഹ്മദേവൻ അസുരനായ വജ്രനാഭനെ നിഗ്രഹിക്കാൻ ഭൂമിയിലെത്തുകയും തൻ്റെ ആയുധമായ താമരപ്പൂ ഉപയോഗിച്ച് അസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു. ആ സമയത്ത് താമരദളങ്ങൾ ഭൂമിയിൽ പതിച്ച് 3 സ്ഥലങ്ങളിലായി തടാകങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് ലോകക്ഷേമത്തിനായി ബ്രഹ്മാവ് അവിടെ യജ്ഞം നടത്താൻ തീരുമാനിച്ചു. യജ്ഞത്തിൽ ഭാര്യയായ സാവിത്രി ദേവിയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നെങ്കിലും തൻ്റെ സഹദേവതകളായ ലക്ഷ്മി, പാർവതി, ഇന്ദ്രാണി എന്നിവരെ കാത്തിരുന്നതിനാൽ നിശ്ചിത സമയത്ത് യജ്ഞഭാഗം നിർവഹിക്കാൻ ആ സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാവിത്രി ദേവിക്ക് സാധിച്ചില്ല. അങ്ങനെ ബ്രഹ്മദേവൻ ഗുർജാൻ പെൺകുട്ടിയായ ഗായത്രി ദേവിയെ വിവാഹം കഴിച്ച് യജ്ഞം പൂർത്തിയാക്കി. വൈകിയെത്തിയ സാവിത്രി ദേവി തൻ്റെ സ്ഥാനത്ത് ഗായത്രി ദേവിയെ കാണുകയും പ്രകോപിതയായ സാവിത്രി ദേവി ബ്രഹ്മദേവനെ ശപിക്കുകയും ചെയ്തു. ഭൂമിയിലെവിടെയും ബ്രഹ്മദേവനെ ആരാധിക്കരുതെന്നും എന്നാൽ ഈ യജ്ഞം നടന്ന സ്ഥലത്ത് ബ്രഹ്മദേവൻ്റെ ആരാധന അനുവദിക്കുകയും ചെയ്തു. ബ്രഹ്മദേവൻ്റെ യജ്ഞത്തിനു ശേഷം വിശ്വാമിത്ര മഹർഷി അവിടെ ബ്രഹ്മദേവനായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രമാണ് ഇന്നത്തെ രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലെ പുഷ്കർ നഗരത്തിലെ ലോകപ്രശസ്തമായ പുഷ്കർ ബ്രഹ്മക്ഷേത്രം. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ്റെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പുണ്യക്ഷേത്രവുമാണിത്. അസുര നിഗ്രഹ സമയത്ത് താമരദളങ്ങൾ വീണുണ്ടായ 3 തടാകങ്ങളാണ് ഇന്നത്തെ പുഷ്കർ തടാകം, മധ്യ പുഷ്കർ തടാകം, കനിഷ്കർ തടാകം എന്നിവ. ക്ഷേത്രത്തിൻ്റെ ശില്പശൈലി അതിമനോഹരമാണ്. ചുവന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് ഉയർന്ന ശിഖരവും അകത്ത് 4 മുഖങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ വിഗ്രഹവും സ്ഥിതി ചെയ്യുന്നു. ഈ 4 മുഖങ്ങൾ 4 വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് ഗായത്രി ദേവിയുടെയും സാവിത്രി ദേവിയുടെയും സന്നിധികൾ കാണാം. ക്ഷേത്രത്തിന് സമീപത്തുള്ള പുഷ്കർ തടാകം ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. വിശ്വാസപ്രകാരം ഈ തടാകത്തിൽ സ്നാനം ചെയ്യുന്നത് പാപങ്ങൾ നീക്കുകയും ആത്മശുദ്ധി നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പുഷ്കർ മേള സമയത്ത് ഇവിടെ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്നു. ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്തർക്ക് ദർശനം ലഭ്യമാണ്. കാർത്തിക മാസത്തിലെ പൗർണമി ദിനത്തിൽ ഇവിടെ എത്തി സ്നാനം ചെയ്ത് ദർശനം നടത്തുന്നത് അതിവിശിഷ്ടമായി കരുതപ്പെടുന്നു.